ബി ഹെൽത്തി ടേസ്റ്റിലേക്ക് എല്ലാവരെയും ഒരിക്കൽ കൂടി ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. പുതിയൊരു അധ്യയന വർഷം കൂടി തുടങ്ങുകയാണ്. കുട്ടികൾക്ക് വേണ്ടി പെട്ടെന്ന് ഉണ്ടാക്കാവുന്ന ഒരു ടിഫിൻ ബോക്സ് ഐഡിയ ആയിട്ടാണ് ഇത്തവണ ഞാൻ വന്നിരിക്കുന്നത്. എല്ലാവരും കാണുക. വീഡിയോസ് കാണുന്ന എല്ലാവർക്കും പ്രത്യേകം നന്ദി അറിയിക്കുന്നു. അപ്പോൾ നമ്മൾ ഇഡലിയും കുറച്ച് തക്കാളിക്കറി പിന്നെ കുറച്ച് നമ്മൾ രാവിലെ ഉണ്ടാക്കുന്ന ബ്രേക്ക്ഫാസ്റ്റ് കൊണ്ട് തന്നെ കുട്ടിക്ക് ടിഫിൻ ബോക്സിൽ ഒരു വെറൈറ്റി ഫുഡ് കൊടുത്തു വിടാം. അതല്ലെങ്കിൽ പെട്ടെന്ന് വരുന്ന അതിഥികൾക്ക് നമ്മുടെ വീട്ടിലുള്ള ഉണ്ടാക്കിയിട്ടുള്ള ഫുഡ് തന്നെ വെറൈറ്റി ആയിട്ട് കൊടുക്കാം. അതാണ് നമ്മളിവിടെ ചെയ്യുന്നത്. നമ്മളിവിടെ കുറച്ച് ഇഡലി എടുത്തിട്ടുണ്ട്. നോർമലായിട്ട് നമ്മൾ തയ്യാറാക്കുന്ന തക്കാളിക്കറിയുണ്ട്. ഒരു ചെറിയ പീസ് ബട്ടറുണ്ട്. ഇനി ഒരല്പം വെള്ളം വേണം, പാലുണ്ട്. ഞാനിവിടെ ഈ ഇഡലി ഇങ്ങനെ പൊടിക്കുകയാണ്. ഫസ്റ്റ് ഒരല്പം വെള്ളം ഒഴിക്കുകയാണ് ഞാൻ. അപ്പോൾ പാലുണ്ടെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. ഞാൻ 2-3 ദിവസമായിട്ട് കാണിക്കുമെന്ന് വിചാരിക്കുന്നു. പാലെടുത്ത് വയ്ക്കുന്നു. ഇപ്പോൾ പാല് ചെയ്യാനായിട്ട് സമയം കിട്ടിയപ്പോഴത്തേക്കും പാല് ചീത്തയിപ്പോയി. അപ്പോൾ എന്തായാലും ഇന്നത് കാണിക്കാമെന്നുള്ളൊരു ഇതിൽ തന്നെയാണ് ഞാൻ നിൽക്കുന്നത്. അപ്പോൾ നമുക്കിങ്ങനെ പിടിച്ച് ഇങ്ങനെ ഉരുട്ടി എടുക്കാൻ പരുവത്തിന് ഉള്ള വെള്ളമാണ് നമ്മൾ ചേർക്കേണ്ടത്. കുറച്ച് ആദ്യമേ ചേർത്തിട്ട് നമ്മൾ നോക്കുക. ഇങ്ങനെ ചെറിയ ഷേപ്പിൽ നമ്മൾ ഇങ്ങനെ പിടിച്ച് ചെറിയ ഷേപ്പിൽ നമുക്കിതിനെ മുഴുവനും ചെയ്ത് വയ്ക്കാം. ഇനി ഇവിടെ ഞാനിപ്പോൾ ഇവിടെ ഇങ്ങനെ ഇത്രയും ഇഡലി കൊണ്ട് ഇതുപോലെ ഷേപ്പിൽ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. എൻ്റെ പാൻ ഇവിടെ ചൂടായിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് ബട്ടർ ഉരുകിക്കോട്ടെ നമുക്ക് ഇട്ട് കൊടുക്കാം. നമ്മുടെ ഈ ഇഡലി കൊണ്ടുണ്ടാക്കിയ ഈ ഷേപ്പുകൾ നമ്മളിങ്ങനെ ഇട്ട് കൊടുക്കുക. അപ്പോൾ ഞാൻ പറഞ്ഞു ഇത് രാവിലെ നമ്മൾ ഉണ്ടാക്കിയ ഇഡലി മിച്ചമുണ്ടാവും. വൈകുന്നേരം വരുമ്പോഴും ചിലപ്പോൾ ഇഡലി തന്നെ എന്ന് പറയുമ്പോൾ പിള്ളേർക്കൊരു ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ ആ ഇഡലി തന്നെ നമുക്ക് വേറൊരു പ്രത്യേക ഷേപ്പിൽ അല്ലെങ്കിൽ പ്രത്യേക ടേസ്റ്റിൽ കുട്ടികൾക്ക് കൊടുക്കാൻ സാധിക്കും. അതുപോലെ രാവിലെ തന്നെയാണെങ്കിലും നമ്മൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റായിട്ട് കൊടുക്കുന്ന ഇഡലി തന്നെ ഇതുപോലെ ഷേപ്പ് മാറ്റി മറ്റൊരു രീതിയിൽ നമുക്ക് ടിഫിൻ ബോക്സിൽ കൊടുത്തു വിടാം. 11 മണിക്ക് അവർക്ക് ആ ടീ ടൈമിൽ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഫുഡായിട്ട് കഴിക്കും. അപ്പോൾ നമ്മുടെ ഇഡലി ഷേപ്പുകളെല്ലാം നഗ്ഗറ്റ്സുകളെല്ലാം ഇവിടെ നല്ലവണ്ണം മൊരിഞ്ഞ് വന്നിട്ടുണ്ട് ബട്ടറിനകത്ത്. ഇനി ചെയ്യാൻ പോകുന്നത് വെച്ചാൽ നമ്മുടെ തക്കാളിക്കറി സാധാരണ ഒരല്പം മുളക് പൊടിയും ഗരം മസാലപ്പൊടിയും ചേർത്ത് ഇഞ്ചി പച്ചമുളക് വേപ്പില ചേർത്ത് തയ്യാറാക്കിയ തക്കാളി പൊള്ളിച്ചതാണ് സാധാ തക്കാളിക്കറി. ഇതിൻ്റെ മീതയായിട്ട് ഒഴിക്കുന്നു. തക്കാളിയുടെ ചാറ് മുഴുവനും പറ്റുന്നത് വരെ നമുക്ക് വേവിക്കണം. നമ്മുടെ തക്കാളിക്കറിയുടെ ചാറെല്ലാം പറ്റിയിട്ടുണ്ട്. നമുക്ക് തീ ഓഫ് ചെയ്യാം. വളരെ സ്വാദിഷ്ടമായ എന്നാൽ വളരെ എളുപ്പം ഉണ്ടാക്കാവുന്ന ഒരു പലഹാരം ഇവിടെ റെഡിയായി കഴിഞ്ഞു. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യണം. നല്ല സ്വാദിഷ്ടമായ ഗന്ധമെല്ലാം വരുന്നുണ്ട്. ഇഡലിയാണെന്നത് ഒരു മനുഷ്യൻ പറയത്തില്ല. അപ്പോൾ ഇഡലി, തക്കാളിക്കറി, പിന്നെ നമുക്ക് വേണ്ടത് ചെറിയൊരു പീസ് ബട്ടർ. ഇത്രയും മാത്രം ഉണ്ടെങ്കിൽ തയ്യാറാക്കാവുന്ന ഒരു ഡിഷാണിത്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി കുട്ടികൾക്ക് കൊടുക്കണം.